നമസ്തേ ആപ് സभी को हमारे ചാനൽ पर ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഭക്തികാലിലെ നിർഗുൺ കാവ്യധാരയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഭക്തികാലത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, സഗുൺ ഭക്തി और നിർഗുൺ ഭക്തി. അപ്പോൾ സഗുൺ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഈശ്വരന് രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സഗുൺ ഭക്തിയിൽ. നിർഗുൺ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? രൂപമില്ലാത്ത, നിർഗുൺ നിരാകർ, ഗുണമില്ലാത്ത, പിന്നെന്താണ്? നിരാകാർ, രൂപമില്ലാത്ത ഈശ്വരനാണ്, ഒരു ബ്രഹ്മമാണ്, ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് കണക്കാക്കുന്നവരാണ് നിർഗുൺ കാവ്യധാരയിലെ കവിമാർ. जिन कवियों ने ईश्वर को निराकार रूप में अपने काव्य में स्थान दिया उन्हें निर्गुण धारा के काव्य के रूप में जाना जाता है. അപ്പോൾ ഈശ്വരന് രൂപമില്ല, അല്ലെങ്കിൽ രൂപമില്ലാത്ത ഈശ്വരന് തൻ്റെ കാവ്യത്തിൽ സ്ഥാനം നൽകിയവരാണ് നിർഗുൺ കാവ്യധാരയിലെ കവിമാരായി അറിയപ്പെടുന്നത്. അപ്പോൾ നിർഗുൺ കാവ്യധാരയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജ്ഞാനാശ്രയി ശാഖ और പ്രേമാശ്രയി ശാഖ. ജ്ഞാനാശ്രയും പ്രേമാശ്രയി എന്നിങ്ങനെ രണ്ടായി വീണ്ടും നിർഗുൺ ഭക്തിയെ തിരിച്ചിട്ടുണ്ട്. ज्ञान को ही ईश्वर तक जाने का मार्ग मानकर जिन्होंने काव्य साधना की वे ज्ञानाश्रय शाഖ के कवि है. അപ്പോൾ ഈശ്വരൻ്റെ അടുത്തെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് എന്ത്? ജ്ഞാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ജ്ഞാനാശ്രയി ശാഖയിലെ കവിമാർ. അവർ ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ज्ञानाश्रयी शाखा को संतों ने पोषित किया और नतीजा यह हुआ कि काव्य की यह धारा जन जन में जीवन को पवित्र बनाने वाले सिद्ध हुई. അപ്പോൾ ജ്ഞാനാശ്രയി ശാഖയിലെ കവിമാരെ സന്ത് കവി എന്നാണ് അറിയപ്പെടുന്നത്. അവരെന്താണ്? ജനജീവിതത്തെ പവിത്രമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, അല്ലേ? संत कवियों ने समाज में फैले हुए विभिन्न आडंबरों, रूढ़ियों, अंधविश्वासों आदि का पर्दाफाश किया और जनता को अच्छे मार्ग की ओर अग्रसर किया. അപ്പോൾ സന്ത് കവിമാർ അന്നത്തെ സമൂഹത്തിലുണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും അനീതിക്കുമെതിരെ പ്രവർത്തിച്ചു, എന്നിട്ടോ ജനങ്ങളെ നല്ല വഴിയിലേക്ക് നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിർഗുൺ കാവ്യധാരയിലെ കവി എന്ന് പറയുന്നത്, പ്രമുഖ കവി അല്ലെങ്കിൽ പ്രതിനിധി കവി എന്ന് പറയുന്നത് കബീർദാസ് ആണ്. കബീർദാസ് जी का जन्म 1398 ईस्वी में हुआ और मृत्यु 1518 ईस्वी में हुई. അപ്പോൾ ജന്മം എന്ന് പറയുന്നത് 1398 കബീർദാസ് ജനിച്ചത്. ഈസ്വിയാണ് കേട്ടോ. മൃത്യു 1518 ഈസ്വിയിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇൻകാ ലാലൻ പോഷൻ നീരു और നീമ നാമക് ജുലാഹ ദമ്പത്തിനെ കിയ. അത് നമ്മൾ പണ്ടേ പഠിച്ചതല്ലേ, അല്ലേ? പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കബീർദാസിൻ്റെ ലാലൻ പോഷൻ നോക്കി വളർത്തിയത് ആരാണ്? നീരു और നീമ നാമക് ജുലാഹ ദമ്പത്തിയാണ് കബീറിനെ എടുത്ത് വളർത്തിയത്, അല്ലേ? ഇൻകി പത്നി കാ നാം ക്യാ ഹെ? ലോയി. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ലോയി എന്നാണ്. എനിക്ക് കമാൽ और കമാലി നാമക് ദോ ബച്ചേ തെ. അപ്പോൾ കമാൽ और കമാലി എന്നിങ്ങനെ രണ്ട് മക്കളായിരുന്നു കബീർദാസിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ നീരു और നീമ നാമക് ജുലാഹ ദമ്പത്തിനെ लालन पोषण किया. उनकी पत्नी का नाम लोई था. उनके കമാൽ और കമാലി നാമക് ദോ ബച്ചേ തെ. കമാൽ എന്നും കമാലി എന്നും പേരുള്ള രണ്ട് മക്കളാണ് കബീർദാസിനുള്ളത്. ഉൻകെ ഗുരു കാ നാം രാമാനന്ദ് ഥ. അപ്പോൾ കബീറിൻ്റെ ഗുരു ആരാണ്? രാമാനന്ദാണ്. ഇത് പഠിക്കണം കേട്ടോ, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കബീർ के गुरु का नाम क्या है? रामानंद. रामानंद के शिष्य थे कबीरदास. ये സിക്കന്ദർ ലോധി के സമകാലീൻ थे. സിക്കന്ദർ ലോധിയുടെ സമകാലീനാണ് രാമാനന്ദ് കേട്ടോ. കബീർദാസ് की रचनाएं ഏതൊക്കെയാണ്? കബീർദാസ് की रचनाओं का संकलन बीजक नामक ग्रंथ में है. അപ്പോൾ ബീജക് എന്ന ഗ്രന്ഥത്തിലാണ് കബീർദാസിൻ്റെ രചനകൾ സംഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കബീർദാസിൻ്റെ 3 രചനകളാണ് ഫേമസ് ആയിട്ടുള്ളത്. ഏതാ? സാഖി, സബദ്, റമൈനി. സാഖി, സബദ്, റമൈനി എന്നിങ്ങനെ 3 രചനകളാണ് കബീർദാസിൻ്റെ മെയിനായിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ ബീജകിലാണ് ഇതൊക്കെ സംഗ്രഹിച്ചിട്ടുള്ളത് കേട്ടോ. സാഖി, സബദ്, രമൈനി എന്നിങ്ങനെ 3 രചനകൾ ബീജക് എന്ന ഗ്രന്ഥത്തിലാണ് സംഗ്രഹിച്ചിട്ടുള്ളത്.
മനസ്സിലായോ? ബീജകിൻ്റെ 3 പാർട്സാണ് സാഖി, സബദ്, റമൈനി. സാഖിയിൽ ദോഹകളാണ്, സബദിൽ പദുകളാണ്, രമൈനിയിൽ ചൗപ്പായികളാണ്. പ്രത്യേകം ഓർത്തു വെക്കുക. സാഖിയിൽ ദോഹയാണ്, സബദിൽ പദ് ആണ്, रमैनी चौपाई ആണ്. ये अनपढ़ थे जिसके बारे में इनके स्वयं की एक उक्ति है, मसी कागद छुओ नहीं कलम गठियो नहीं हाथ. അപ്പോൾ കബീർദാസ് എന്താണ്? അൻപഠാണ്, പഠിച്ചിട്ടില്ല. അത് ഈ ഒരു വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നിർഗുൺ കാവ്യധാരയും കബീർദാസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. കബീർദാസിൻ്റെ ഭാഷ ഏതാണ്? സദുക്കടി യാ പഞ്ചമൽ കിച്ചടി. അപ്പോൾ കിച്ചടി എന്ന് വിളിച്ചത് ആരാണ്? ശുക്ലാണ് കേട്ടോ. സദുക്കടി യാ പഞ്ചമൽ കിച്ചടി എന്ന് പറഞ്ഞത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. മറ്റ് കവിമാരെ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ധന്യവാദ്.